ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു വാനില കേക്കിന്റെ റെസിപ്പിയാണ്. ഇത് നമുക്ക് ഓർഡർ വന്നിട്ടുണ്ടായിരുന്ന കേക്കാണ്. രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യുന്ന കേക്കാണ്. 1.5 kg ആണ് ഇതിന്റെ വെയിറ്റ് വരുന്നത്. എങ്ങനെയാണ് ഈ കേക്ക് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കാണാം. ആദ്യം തന്നെ ഒരു ബൗളിലോട്ട് ഒരു അരിപ്പ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് 1.5 കപ്പ് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഒരു 2-3 പ്രാവശ്യം അരിച്ച് നമുക്ക് ഈ മിക്സ് ഒന്ന് മാറ്റി വെക്കാം. അതിനുശേഷം ഞാനൊരു ബൗളിലോട്ട് 6 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് 1.5 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടയൊന്ന് ബീറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് 1.5 കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. പഞ്ചസാര കുറേശ്ശെ വേണം ചേർത്ത് കൊടുത്ത് ബീറ്റ് ചെയ്തെടുക്കാൻ. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പാലും 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. നമ്മൾ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുന്ന ടൈമിൽ ഓവർ മിക്സിംഗ് പാടില്ല. ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒരു സ്പാച്ചില ഉപയോഗിച്ചിട്ട് ഇതുപോലൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഈ കേക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഓവൺ ഒന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഞാനിവിടെ 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് ഓവൺ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ 8 ഇഞ്ചിന്റെ ഒരു കേക്ക് ടിന്ന് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മൾ ഈ കേക്കിന്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ്. എയർ ബബിൾസ് ഒക്കെ പോകാനായിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഓവനിലോട്ട് വെച്ച് കൊടുക്കാം. കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് ഒരു 40 മിനിറ്റ് ആണ് ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് തണുത്ത ശേഷം നമുക്ക് ഈ കേക്ക് ടിന്നിൽ നിന്ന് മാറ്റി കൊടുക്കാം. കേക്കിന്റെ ചൂടൊക്കെ നന്നായിട്ട് പോകുന്നത് വരെ നമുക്കൊന്ന് മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് വിപ്പിംഗ് ക്രീം റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ 2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ആദ്യം ലോ സ്പീഡിൽ ഇട്ടിട്ട് വേണം ബീറ്റ് ചെയ്ത് തുടങ്ങാനായിട്ട്. അതിനുശേഷം വേണം സ്പീഡ് കൂട്ടാൻ. ഇനി നമുക്ക് ഇതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ ക്രീം ഇവിടെ നല്ല സ്റ്റിഫായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കേക്ക് തണുത്ത ശേഷം ഒരു 3 ലെയറായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഐസിങ് ചെയ്യാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കേക്ക് ബോർഡിൽ കുറച്ച് ക്രീം ആക്കി കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് കേക്കിന്റെ ഒരു ലെയർ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഷുഗർ സിറപ്പ് ആക്കി കൊടുക്കുകയാണ്. ഷുഗർ സിറപ്പിനായിട്ട് ഞാനിവിടെ 1/4 കപ്പ് വെള്ളവും അതുപോലെ തന്നെ 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അത് നന്നായി തണുത്ത ശേഷം ഒരു ബോട്ടിലാക്കി കൊടുത്തിട്ടാണ് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഷുഗർ സിറപ്പ് ഉപയോഗിച്ച് കേക്ക് നന്നായിട്ട് വെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പൈപ്പിംഗ് ബാഗിലോട്ട് ഇതുപോലെ വിപ്പിംഗ് ക്രീം ആക്കി കൊടുക്കാം. അതിനുശേഷം കേക്കിന്റെ മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഞാൻ ഈ ഒരു ക്രീം കേക്കിന്റെ എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ വരുന്ന രീതിയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുവാണ്. വൈറ്റ് ചോക്ലേറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേക്ക് കഴിക്കുന്ന ടൈമിൽ. ഇനി നമുക്ക് അടുത്ത ലെയർ കേക്ക് വെച്ച് കൊടുത്ത ശേഷം ഇതുപോലെ ചെയ്തെടുക്കാം. ഞാനിവിടെ 3ാമത്തെ ലെയർ കേക്കും വെച്ച് കൊടുത്തിട്ടുണ്ട്. അതും ഷുഗർ സിറപ്പ് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്തെടുക്കുകയാണ്.
ഇനി നമുക്ക് അതിൻ്റെ മുകളിലായിട്ടും ഇതുപോലെ വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. കേക്കിൻ്റെ സൈഡിൽ ഞാൻ ഇതുപോലെ വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കേക്ക് ഇവിടെ ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 30 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ആ സമയം കൊണ്ട് കുറച്ച് ക്രീമിലേക്ക് ഞാൻ ഈ ഒരു കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഫ്ലവർ ചെയ്തെടുക്കാനായിട്ട്. 30 മിനിറ്റിന് ശേഷം നമ്മുടെ കേക്ക് ഇവിടെ പുറത്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ വീണ്ടും ഇതുപോലെ വിപ്പിംഗ് ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ്. ഞാനിവിടെ കേക്കിൻ്റെ മുകൾ ഭാഗത്ത് മാത്രമേ വീണ്ടും ക്രീം ആക്കി കൊടുത്തിട്ടുള്ളൂ. സൈഡ് ഭാഗത്തായിട്ട് നമുക്ക് ചെറിയൊരു ഡിസൈൻ ചെയ്തെടുക്കാം. ഞാൻ ഈ ഒരു ലീഫിൻ്റെ നോസിൽ ഉപയോഗിച്ച് സൈഡിലായിട്ട് ഇതുപോലെ ചെറിയൊരു ഡിസൈൻ കൊടുക്കുവാണ്. ഇനി ഞാൻ കേക്കിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ റോസ് ഫ്ലവർ ചെയ്ത് വെക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ ഫ്ലവർ ചെയ്യാനായിട്ട് ഫ്ലവർ നെയിലൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഈ ഒരു ഗ്ലാസ്സിലാണ് ഫ്ലവർ ചെയ്തെടുത്തിട്ടുള്ളത്. തുടക്കം ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഫ്ലവർ ഒന്നും അത്ര പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടില്ല. ഞാൻ ഈ ഒരു ഫ്ലവർ കേക്കിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുവാണ്. കേക്കിന് ചുറ്റും നമ്മൾ ഇതുപോലെ ഫ്ലവർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം താഴ്ഭാഗത്തായിട്ട് ഇതുപോലെ സ്റ്റാർ നോസിൽ ഉപയോഗിച്ചിട്ട് ഒരു ബോർഡർ ചെയ്ത് കൊടുക്കുകയാണ്. ഇനിയാണ് എനിക്ക് ചെറിയൊരു പണി കിട്ടിയത്. എൻ്റെ കയ്യിൽ ഈ ഫ്ലവറിൻ്റെ കളർ ഷുഗർ ബോൾസ് ഉണ്ടായിരുന്നു. ഞാനത് കുറച്ച് ഇതിൻ്റെ മുകളിൽ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച്. പക്ഷേ എങ്കിൽ ഇതെൻ്റെ കയ്യിൽ എന്തോ ഒട്ടിപ്പിടിച്ചിട്ട് ഇത് കണക്കിങ്ങനെ വീഴുകയാണ് ചെയ്തത്. കേക്ക് ഫുള്ള് കുളമായി എന്ന് തന്നെ പറയാം. എനിക്ക് ഭയങ്കര സങ്കടമായി. പെട്ടെന്ന് എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയാൻ പറ്റിയില്ല. പിന്നെ ഞാൻ ആ സൈഡിൽ കൊടുത്ത ആ ബോർഡർ ഉണ്ടല്ലോ, ആ ലീഫിൻ്റെ, അതുപോലെ ഇങ്ങനെ ബോർഡർ കൊടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ആ ബീഡ്സ് ഫുള്ള് കവർ ആവുമല്ലോ, അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ച്. അങ്ങനെ ഞാൻ ആ കേക്കിൻ്റെ ബീഡ്സ് വെച്ച് കൊടുത്തിട്ടുള്ള ഭാഗത്തെല്ലാം ഇതുപോലെ ബോർഡർ വരച്ചു കൊടുത്തു. സത്യം പറഞ്ഞാൽ ആ ഒരു കേക്കിൻ്റെ മുകളിൽ ഞാൻ താജ്മഹൽ പണിതു എന്ന് തന്നെ പറയാം. എന്താ ചെയ്യണ്ടേന്ന് അറിയാൻ വയ്യാത്തൊരവസ്ഥയായിപ്പോയി ആ ടൈമിൽ. ആ ഒരു ബോർഡർ വരച്ചു കൊടുത്ത് കഴിഞ്ഞിട്ടും അതത്ര ഫിനിഷിംഗ് ആയിട്ട് തോന്നിയില്ല. പിന്നെ ഹസ്ബൻഡാണ് പറഞ്ഞത് സൈഡിൽ ഇതുപോലെ വരച്ചു കൊടുക്കാൻ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടും എന്തോ ഒട്ടും ഒരു ഭംഗിയില്ലാത്ത പോലെ തോന്നിയത്. കേക്ക് ആണെങ്കിൽ വൈകുന്നേരത്തെ 5 മണിക്ക് കൊടുക്കുകയും വേണം. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ വയ്യാത്തൊരവസ്ഥയായിപ്പോയി. അപ്പോൾ പിന്നെ ഹസ്ബൻഡാണ് പറഞ്ഞത് നമ്മൾ കേക്കിൻ്റെ താഴെ ഒരു ബോർഡർ കൊടുത്തില്ലേ സ്റ്റാർ നോസിൽ വെച്ചിട്ട്, അതുപോലെ ചെറിയ ചെറിയ ഫ്ലവർ പോലെ വരച്ച് വെക്കാൻ. അപ്പോൾ ഞാൻ അതുപോലെ ചെയ്ത് നോക്കുവാണ്. ഇത് ചെയ്ത് കഴിയുന്നവരെ ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല, ഓർഡർ കേക്ക് ആയതുകൊണ്ട് തന്നെ. പക്ഷെ ചെയ്ത് കഴിഞ്ഞപ്പോൾ കേക്ക് എല്ലാവർക്കും ഇഷ്ടമായി. ആർക്കും അറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടാണ് ഈ കേക്കിന് ഇങ്ങനൊരു ഡിസൈൻ വന്നതെന്നുള്ളത്. എത്ര കിട്ടിയാലും നമ്മൾ പഠിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അതിൻ്റെ മുകളിൽ വീണ്ടും ബീഡ്സ് വെച്ച് കൊടുക്കുകയാണ്. ഈ ബീഡ്സ് അങ്ങനെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന ബീഡ്സ് ഒന്നുമല്ല കേട്ടോ. നമ്മളിത് ഇതിന് മുമ്പത്തെ റെഡ് വെൽവെറ്റ് കേക്കിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ബീഡ്സ് ആണ്. വീണ്ടും ഹസ്ബൻഡിൻ്റെ ഐഡിയ ആണ് കേട്ടോ കേക്കിൻ്റെ അകത്തും ഇതുപോലെ ബീഡ്സ് ഇട്ട് കൊടുക്കാനായിട്ട്. കേക്കൊക്കെ എപ്പോഴും ഉണ്ടാക്കി കൊടുക്കുന്നവർക്കൊന്നും ഇതൊന്നും ഒരു വലിയ പ്രശ്നമായിരിക്കില്ല. അവർക്കറിയാം എന്താ വേറെ ഡെക്കറേഷൻ ചെയ്യണ്ടേ, കേക്ക് എങ്ങനെയാ അത് ഭംഗിയാക്കി എടുക്കുന്നതെന്നൊക്കെ. പക്ഷേ നമ്മളെപ്പോലുള്ള തുടക്കക്കാർക്കൊക്കെ ഇങ്ങനെ എന്തെങ്കിലും അബദ്ധം പറ്റി കഴിഞ്ഞാൽ അവിടെ സ്റ്റക്കായി പോത്തേ ഉള്ളൂ. ആ ഒരു സമയത്ത് നമ്മുടെ മൈൻഡിലോട്ട് ഒന്നും വരത്തില്ല. ഹസ്ബൻഡ് ഒരു സപ്പോർട്ട് ഉണ്ടായതുകൊണ്ടാണ് ഈ ഒരു കേക്ക് ഞാൻ ഇങ്ങനെയെങ്കിലും ചെയ്തെടുത്തത്. എൻ്റെ ചെറിയൊരു എക്സ്പീരിയൻസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്തതേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.